ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തക്കാളി വഴറ്റിയതാണ്. ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇനി നമുക്ക് ഈ തക്കാളിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറിക്ക് വേണ്ട തക്കാളി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണിത്. ഞാനിവിടെ 3 വലിയ തക്കാളിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് സവാള ഇതുപോലെ നേരിയതായിട്ട് മുറിച്ചത്. ഞാനിവിടെ ഒരു സവാളയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും, കറിവേപ്പില, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, മുളക് പൊടി, കുരുമുളക് പൊടി, പഞ്ചസാര, വിനാഗിരി, ആവശ്യത്തിന് ഉപ്പുപൊടി. കറിക്ക് ആവശ്യമായ കടുകാണിത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. സവാള ഒരു 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊന്നും മാറി ബ്രൗൺ ഒന്നും ആവേണ്ട. ഒരു പിങ്ക് കളറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പതുക്കെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ രണ്ടും ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗരം മസാലപ്പൊടി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മൂടി 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കറി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. അവസാനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അവസാനം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിന്റെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ നമ്മുടെ തക്കാളി വഴറ്റിയത് റെഡിയായി കഴിഞ്ഞ് ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ചെറിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.